RSS സർസംഘചാലക് ശ്രീ മോഹൻജി ഭഗത്തിൻ്റെ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്ത VC-മാർക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന ജമായത്തെ ഇസ്ലാമിയെയും PFIയെയും SDPIയെയും പ്രീണിപ്പിക്കാനും പ്രീതിപ്പെടുത്താനുമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് മോഹൻജി ഭഗത് പങ്കെടുത്ത പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്ത VC-മാർക്കെതിരെ മുഖ്യമന്ത്രി ഫത്വ തന്നെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. RSS സർസംഘചാലക് പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ VC-മാർക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ ഫത്വ അത് ജമാഅത്ത് ഇസ്ലാമിയെയും PFIയെയും SDPIയെയും പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഇത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. കേരളത്തിൽ നടക്കുന്നത് ഒരു മൗദൂദി ഭരണമാണെന്ന് ഇപ്പം നിസ്സംശയം എല്ലാവർക്കും വ്യക്തമായിരിക്കുകയാണ്. ഒരുപക്ഷെ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി നമ്മുടെ ശ്രീ VD സതീശൻ മാറിയിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്വരവും പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരവും വേർതിരിച്ചറിയാനാവാത്ത വിധം ഒന്നായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നടന്നത് ഒരു അധികാര കൈമാറ്റമല്ല, പദവി പരസ്പരം വെച്ച് കൈമാറുകയാണ്. ഈ കഴിഞ്ഞ ദിവസം RSSൻ്റെ സർസംഘചാലക് പങ്കെടുത്ത പ്രഭാഷണ പരിപാടി ഉണ്ടായിരുന്നു. അതിൽ കേരളത്തിലെ 3 VC-മാർ പങ്കെടുത്തു. അതിനെതിരായിട്ട് ആദ്യം രംഗത്ത് വന്നത് പ്രതിപക്ഷ നേതാവാണ്. പിന്നീട് ഇന്നലെ മുഖ്യമന്ത്രിയും അതിനെതിരായി നിശിതമായ വിമർശനം നടത്തിയെന്ന് മാത്രമല്ല ഫത്വയും പുറപ്പെടുവിച്ചു. RSSനെ സംബന്ധിച്ച് നിരോധിത സംഘടനയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ്. RSSൻ്റെ രാജ്യസ്നേഹപരമായ ദേശസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചും നിയമാനുസൃതമായിട്ടാണ് RSS പ്രവർത്തിക്കുന്നത്. ആ RSSൻ്റെ സർസംഘചാലക് പങ്കെടുത്ത പരിപാടിയിൽ VC-മാർ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രി ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് അന്തസ്സില്ലായ്മയാണ് VC-മാർ കാണിച്ചത്. ഒന്ന്, കേരളത്തിൻ്റെ യശസ് താഴ്ത്തിയിരിക്കുന്നു ഈ 3 VC-മാർ. ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട 2 പ്രസ്താവന. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് മാത്രമല്ല, 3 VC-മാരോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കണം എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി തറ രാഷ്ട്രീയ പ്രസംഗം നടത്തേണ്ട ആളല്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, RSS നിരോധിത സംഘടനയല്ല, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് VC-മാരോട് മുഖ്യമന്ത്രി മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞത്? RSS സർസംഘചാലക് പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? RSS സർസംഘചാലക് പങ്കെടുത്ത പരിപാടിയിൽ VC-മാർ പങ്കെടുക്കാൻ പാടില്ല എന്ന് സർവകലാശാല നിയമത്തിലുണ്ടോ? രാജ്യത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും നിയമത്തിലുണ്ടോ? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി VC-മാരെ ഭീഷണിപ്പെടുത്തുന്നത്? VC-മാരോട് ഇന്നേ പരിപാടിയിൽ പങ്കെടുക്കണം, ഇന്നേ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമാണുള്ളത്?
ഏത് നിയമമാണ് ഇത്തരമൊരു തിട്ടൂരം ഫത്വ പുറപ്പെടുവിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നത്? അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. പക്ഷെ മറുഭാഗം നാം ചിന്തിക്കണം, RSS ഇതുവരെ രാജ്യത്ത് 100 വർഷമായി പ്രവർത്തിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യസ്നേഹം, രാഷ്ട്രഭാവം, അതേപോലെ തന്നെ സദ്ഗുണങ്ങളുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുക എന്നതാണ് RSSൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും RSSൻ്റെ പിന്നിൽ അണിനിരക്കാൻ തയ്യാറാകുന്നത്. എന്നാൽ ഇത് ഈ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തത് അന്തസ്സില്ലാത്ത പരിപാടിയാണ്. കേരളത്തിൻ്റെ യശസ് താഴ്ത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ 3 മൊയ്സിമാരും ജനങ്ങളോട് മാപ്പ് ചോദിക്കണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ മറുഭാഗം ഞങ്ങൾ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മതരാഷ്ട്രമാണ് ഞങ്ങളുടെ അടിസ്ഥാന ആശയം. മതരാഷ്ട്രവാദത്തിൽ നിന്ന്, മതരാഷ്ട്രം എന്ന സങ്കല്പത്തിൽ നിന്ന് ഞങ്ങൾ ഒരു അടി പോലും പിന്നോട്ട് പോകാൻ തയ്യാറില്ല എന്ന് അസന്നിഗ്ധമായി ആവർത്തിച്ച് ജമാഅത്ത് ഇസ്ലാമി നേതാക്കന്മാർ പ്രസ്താവിച്ചിരുന്നു. എല്ലാവർക്കും അറിയാം. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുടെ വീട്ടിലേക്ക് പോയി ചർച്ച നടത്തിയ നേതാവാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി രഹസ്യവും പരസ്യവുമായ ചർച്ച നടത്തിയ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ. നിരോധിക്കപ്പെട്ട PFI നേതാവിനെ അങ്ങോട്ട് പോയി ആലിംഗനം ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോ, ആ നേതാവിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. PFIയുടെ സംസ്ഥാന നേതാവാണ്, SDPIയുടെ നേതാവാണ്. ആ നേതാവിനെ ആലിംഗനം ചെയ്യുന്ന ഫോട്ടോ ഇപ്പം വൈറലാണ്. ഞാൻ ചോദിക്കട്ടെ, രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന, ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, മതരാഷ്ട്രമാണ് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച സംഘടനാ നേതാക്കന്മാരെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി ചർച്ച നടത്തിയതും അതുപോലെ നിരോധിത സംഘടനയുടെ സംസ്ഥാന നേതാവിനെ ആലിംഗനം ചെയ്ത മുഖ്യമന്ത്രിയല്ലേ അന്തസ്സില്ലാത്ത പ്രവർത്തനം നടത്തിയത്? ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രവർത്തനമല്ലേ കേരളത്തിൻ്റെ യശസ്സിനെ പാതാളത്തോളം താഴ്ത്തിയത്? പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ജമാഅത്ത് ഇസ്ലാമി നടത്തിയിട്ടുള്ള, PFI SDPI നടത്തിയിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം, അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും മുന്നണിക്കും വോട്ട് കിട്ടിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് ഈ ഫത്വ പുറപ്പെടുവിച്ചതിലൂടെ ഒരു മൗദൂദി ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് ഞങ്ങൾ പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിക്കാൻ, ഇതുവരെ പരസ്യമായി ന്യായീകരിക്കാൻ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കളും ഇതുവരെ ഇന്ത്യ തയ്യാറായിട്ടില്ല. പക്ഷെ ആദ്യമായി, അതേസമയം ജമാഅത്ത് ഇസ്ലാമി ദേശവിരുദ്ധ സംഘടനയാണ്, ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രം എന്നുള്ളതാണ് അവർ ആത്യന്തിക ലക്ഷ്യം, അവർ വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് ഈ VD സതീശൻ്റെ മുൻഗാമിയായി കേരളം ഭരിച്ച കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയാണ്. അത് രേഖയാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയെയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി വെള്ളപൂശിയത്. അതുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനും ഉണ്ട ചോറിനും നന്ദി പ്രകടിപ്പിക്കാനാണ് RSSൻ്റെ തലയിൽ മുഖ്യമന്ത്രി കുതിര കയറുന്നത്. അപ്പം RSSന് നേരെ മുഖ്യമന്ത്രിയുടെ കുതിര കയറ്റം ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് ലഭിച്ച വോട്ടിനും ഉണ്ട ചോറിനും നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു, നിങ്ങൾ കിട്ടിയ വോട്ടിനും ഉണ്ട ചോറിനും നന്ദി പ്രകടിപ്പിക്കാൻ RSSൻ്റെ തലയിൽ കുതിര കയറേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ജമാഅത്ത് ഇസ്ലാമിയുടെ
ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ രാജ്യത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ വി ഡി സതീശൻ. ഇക്കാര്യം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മറ്റൊന്ന് ഞങ്ങൾ പറയാനുള്ളത്, ഇതിനെതിരായിട്ട് ആദ്യം രംഗത്ത് വന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ശ്രീ പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്താണോ പറഞ്ഞത് അത് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ആവർത്തിച്ചു. അപ്പോൾ ഈ RSS സർസംഘചാലക പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്ത VC-മാർക്കെതിരെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രതിഷേധ പ്രസ്താവന മുഖ്യമന്ത്രിയും ആവർത്തിച്ചു. ഈ കാര്യത്തിൽ LDF-ഉം UDF-ഉം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രണ്ടും രണ്ടല്ല ഒന്നാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും സ്വരം വേർതിരിച്ചറിയാനാവാത്ത വിധം ഒന്നായിരിക്കുകയാണ്. അത് VC-മാരുടെ കാര്യത്തിൽ മാത്രമല്ല. നോക്കൂ, നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്ന ചില രാഷ്ട്രീയ സംഭവങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇക്കാര്യം വ്യക്തമാകും. ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം അട്ടിമറിക്കാനാണ് ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ ശ്രമിച്ചത്, LDF സർക്കാർ ശ്രമിച്ചത് എന്നെല്ലാവർക്കും ബോധ്യപ്പെട്ടു. അതിൻ്റെ ശിക്ഷയാണ് ഭക്തജനങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നൽകിയത്. കുറ്റവാളികളെ സംരക്ഷിക്കുക എന്നതായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ പിണറായി സർക്കാർ ചെയ്തത്. കാരണം വളരെ ലളിതമാണ്. മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ പങ്ക് പുറത്തു വരാൻ പാടില്ല. അവിടെ ദേവസ്വം മന്ത്രിമാർക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് കേസന്വേഷണം അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, CBI അന്വേഷണം ഉത്തരവിടാൻ അന്നത്തെ LDF സർക്കാർ തയ്യാറായില്ല. ഇപ്പോഴിതാ നമ്മുടെ UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. വിചിത്രമായ സംഭവം നടന്നു. എന്താ സംഭവം നടന്നത്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായിട്ടുള്ളവർക്ക് ഹാജരായ അഭിഭാഷകനെ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനായി നിശ്ചയിച്ചു. മുഖ്യമന്ത്രിയാണ് മുൻകൈ എടുത്തത്. അപ്പോഴാണ് മനസ്സിലായത് എന്തിനാണ് സ്വർണ്ണ കവർച്ചയിൽ പങ്കാളികളായിട്ടുള്ള അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ചയിലെ പ്രധാന പ്രതികൾ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ എന്തിന് സന്ദർശിച്ചു എന്ന BJP നേതൃത്വത്തിൻ്റെ ചോദ്യത്തിന് കോൺഗ്രസ് നേതൃത്വം കാണിച്ച മൗനത്തിൻ്റെ ഉത്തരമാണ് ഈ പുതിയ അഭിഭാഷകൻ്റെ നിയോഗത്തിലൂടെ അല്ലെങ്കിൽ നിശ്ചയിച്ചതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. കാരണം ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതിക്ക് വേണ്ടി, ഭണ്ഡാരിക്ക് വേണ്ടി, സ്മാർട്ട് റിക്രിയേഷൻ എന്ന സ്ഥാപനത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ, അയാളെ തന്നെ ദേവസ്വത്തിൻ്റെ അഭിഭാഷകനായി നിശ്ചയിക്കുക എന്നുള്ളത് അതിൻ്റെ ഉദ്ദേശം എന്താ വ്യക്തമല്ലേ? കേസ് അട്ടിമറിക്കണം, പ്രതികളെ രക്ഷിക്കണം. എന്താ കാരണം? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മാർക്സിസ്റ്റ് നേതൃത്വത്തിനുള്ള പങ്ക് പോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോഴ് BJP അതുപോലെ ഭക്തജന സംഘടനകൾ എല്ലാം രംഗത്ത് വന്നപ്പോൾ ആ നിയമനം പിൻവാങ്ങി. ബന്ധപ്പെട്ട അഭിഭാഷകൻ രാജിവെച്ചു. പക്ഷേ കയ്യോടെ പിടികൂടപ്പെട്ട തൊണ്ടി സാധനം പോലീസിന് തിരിച്ചേൽപ്പിച്ചാൽ മോഷണമല്ലാതാകുന്നില്ല, കള്ളന്മാരാകുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി സാധാരണ ഇത്രയും ഉന്നതമായ പദവിയിൽ അഭിഭാഷകനെ നിയോഗിക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള നിയമവകുപ്പും ആ അഭിഭാഷകനെക്കുറിച്ച് സൂക്ഷ്മമായ പഠനവും പരിശോധനയും നടത്തും. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അട്ടിമറിക്കാൻ ഏറ്റവും നല്ല അഭിഭാഷകൻ അത് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തന്നെയാണെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളെ നിയമിച്ചത്. ഇക്കാര്യത്തിൽ
പ്രതിപക്ഷ നേതാവിനും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരേ അഭിപ്രായം, CPM-നും കോൺഗ്രസിനും ഒരേ അഭിപ്രായം. മാത്രമല്ല CBI-യെ കൊണ്ട് ഈ കേസന്വേഷണം നടത്താൻ ഇതുവരെ കോൺഗ്രസ് ഗവൺമെൻറ് അല്ലെങ്കിൽ UDF ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. മാത്രമല്ല ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ശബരിമലയെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ പ്രധാന പ്രചരണ ആയുധം ശബരിമലയായിരുന്നു. പക്ഷേ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ യാതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും സ്വരം ഒന്നായിരിക്കുന്നു. LDF-ഉം UDF-ഉം രണ്ടല്ല, അല്ലെങ്കിൽ UDF-ഉം LDF-ഉം രണ്ടല്ല, ഒന്നാണെന്ന BJP-യുടെ രാഷ്ട്രീയ നിലപാട് സത്യസന്ധമാണ്, ശരിയാണ് എന്ന് UDF അധികാരത്തിലേറി ആദ്യ മാസത്തിൽ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നടന്നത് അധികാര കൈമാറ്റമല്ല, മറിച്ച് പരസ്പരം പദവികൾ വെച്ച് കൈമാറുകയാണ്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുത്തി, പ്രതിപക്ഷത്തിരുന്ന ആൾ ഇങ്ങോട്ട് മുഖ്യമന്ത്രി കസേരയിലിരുന്നു. ഇങ്ങനെ പരസ്പരം പദവികൾ കൈമാറി എന്നതിനപ്പുറത്ത് ഒരു അധികാര കൈമാറ്റവും കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ BJP-യുടെ അല്ലെങ്കിൽ NDA-യുടെ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല. ഇന്നലെ കണ്ണൂരിൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള കഥാകൃത്ത് ശ്രീ T. പത്മനാഭൻ പപ്പേട്ടൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാണെന്ന് തോന്നുന്നു, ഇന്ന് മാധ്യമങ്ങളിലുണ്ട്, ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് അദ്ദേഹം പറഞ്ഞത് നേരെ മന്ത്രിയോട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, ഈ സർക്കാരിൻ്റെ പോക്ക് നല്ലതല്ല. വക്കീലിനെ നിയമിച്ചത് ശരിയായില്ല. പിണറായിയും കൂട്ടരും സന്തോഷം കൊണ്ട് ആർത്ത് വിളിക്കുകയാണെന്നാണ്. അതായത് പ്രതിപക്ഷ നേതാവിന് സന്തോഷം പകരുന്ന തീരുമാനമാണ് മുഖ്യമന്ത്രി എടുക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സന്തോഷം കൊണ്ട് ആർത്ത് വിളിക്കാൻ തക്ക രീതിയിലുള്ള തീരുമാനമാണ് മുഖ്യമന്ത്രി എടുക്കുന്നത്. ഇപ്പം മുഖ്യമന്ത്രിക്ക് സന്തോഷം പകരുന്നത് പ്രതിപക്ഷ നേതാവ് പറയുന്നു, പ്രതിപക്ഷ നേതാവിന് സന്തോഷം പകരുന്നത് മുഖ്യമന്ത്രി ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇവർ രണ്ടുപേരും തിരിച്ചറിയാനാവാത്ത വിധം ഒന്നായി തീർന്നിരിക്കുന്നു എന്ന് പറയാൻ കാരണം. ഏതായാലും കോൺഗ്രസും CPM-ഉം രണ്ടല്ല ഒന്നാണ്, UDF-ഉം LDF-ഉം രണ്ടല്ല ഒന്നാണ്. ഇത് ജനങ്ങൾക്ക് സൂര്യ തേജസ് പോലെ ഇപ്പം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാനത് വളരെ വിശദമായി പറയുന്നില്ല. ഇപ്പോൾ ED അന്വേഷണം നോക്കും നിങ്ങൾ. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ED പരിശോധന നടത്തി. നടത്തിയതിനോട് UDF ഗവൺമെൻറ് നിലപാടെന്താ? K. മുരളീധരൻ മന്ത്രി പറഞ്ഞത് ഞങ്ങളിതിനെ അങ്ങനെ അനുകൂലിക്കുന്നൊന്നുമില്ല. ഇപ്പം പിണറായി വിജയൻ്റെ വീട്ടിൽ പോയ അതേ ED ഞങ്ങളെ ഓഫീസിൽ വരാൻ വേണ്ടി പോവുക. അതുകൊണ്ട് എന്താ ചെയ്തത്? ED അന്വേഷണം നടത്തുന്ന സമയത്ത് ആ ED ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സുരക്ഷയും ഏർപ്പെടുത്താൻ UDF-ൻ്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. ശരിക്ക് ED ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അക്രമം നടത്താനും CPM പ്രവർത്തകർ കഴിഞ്ഞാട്ടം നടത്താനുമുള്ള എല്ലാ അവസരവും UDF ഗവൺമെൻറ് ഒരുക്കിയിരുന്നു. ശരിയല്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു BJP-യുടെ കൗൺസിലറെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ആ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അയൽ വീട്ടുകാരും വന്നിരുന്നു, ഒരു 15 പേര്. അപ്പോഴാണ് നമ്മളെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചത്. പക്ഷേ ED ഉദ്യോഗസ്ഥന്മാരെ ഇഷ്ടിക ഉപയോഗിച്ച് CPM ക്രിമിനലുകൾ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചില്ല. ഇതിൻ്റെ പിന്നിൽ എന്താ കാരണം? ഈ ED-യുടെ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ CPM-നും കോൺഗ്രസിനും ഒരേ നിലപാടാണ്.
മാത്രമല്ല പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ പിടികൂടപ്പെട്ട 5 പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ കോടതിയിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കള്ളം പറഞ്ഞു, കൃത്രിമ രേഖകളുണ്ടാക്കി, കോടതി കയ്യോടെ പിടികൂടി. അപ്പോൾ ഈ അന്തർധാര വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. യഥാർത്ഥ കേരളത്തിലെ പ്രതിപക്ഷം IND സഖ്യമാണ് സംസ്ഥാനം ഭരിക്കുന്നത്, BJPയും NDAയാണ് യഥാർത്ഥ പ്രതിപക്ഷം. ഇത് ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഗുണകരമായ മാറ്റമുണ്ടാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ വിശ്വാസം. അല്ല, ഞങ്ങൾ പറഞ്ഞത് നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. പിന്നെ മാപ്പ് പറയണമെന്ന് എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമുള്ളത് BC-മാരോട് മാപ്പ് പറയാൻ? എന്ത് അധികാരമാണ്? മുഖ്യമന്ത്രി പറയേണ്ടത് അല്ലല്ലല്ല, മുഖ്യമന്ത്രി പറയേണ്ടത് നിയമാനുസൃത അല്ലേ? അദ്ദേഹം പറയണം കോൺഗ്രസിൻ്റെ നിലപാടാണിത്, സർക്കാരിൻ്റെ അല്ല. ഓക്കെ, KPCC പ്രസിഡന്റ് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളത് മനസ്സിലാക്കി. അങ്ങയുടെ ചോദ്യത്തിന് ഞങ്ങൾ അങ്ങയോട് യോജിക്കാൻ തയ്യാറാണ്. KPCC പ്രസിഡന്റ് അല്ല പറഞ്ഞത്, മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. അപ്പം വളരെ വ്യക്തമല്ലേ ആരെ പ്രീതിപ്പെടുത്താനാണ്, ആരെ പ്രീണിപ്പിക്കാനാണ് ഈ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന എന്ന് വളരെ വ്യക്തമല്ലേ? അരിയാഹാരം തിന്ന എല്ലാ കേരളീയർക്കും മലയാളികൾക്കും ഇക്കാര്യം മനസ്സിലാകും. അപ്പോൾ ശരിക്കും അന്തസ്സില്ലാത്ത പ്രവർത്തനം നടത്തിയത് ആരാ? അത് VC-മാരല്ലെന്ന്, അത് മുഖ്യമന്ത്രിയാ. ദേശവിരുദ്ധരെ പോയിട്ട് കാണുക, അവർ വീട്ടിലേക്ക് പോവുക, അവർ ഓഫീസിലേക്ക് പോവുക, അവരെ ന്യായീകരിക്കുക, ഇതെല്ലാം നടത്തിയൊരു മുഖ്യമന്ത്രി അന്തസ്സില്ലാത്ത പ്രവർത്തനം നടത്തിയെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ യശസ്സിന് അതൊരു അപമാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹമാണ് VC-മാർക്കെതിരായിട്ട് ഈ പ്രസ്താവന ഇറക്കിയത്. ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ, ഇനി RSS നേതാവ് പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇവർ പങ്കെടുത്തത് തെറ്റാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു. ഇപ്പോഴത്തെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി അയാൾ RSSകാരനാണ്. ഇനി മുതൽ ജമാഅത്ത് ഇസ്ലാമിയെയും അതുപോലെ PFIയെയും പ്രീതിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് RSSകാരനായ പ്രധാനമന്ത്രിയെ ഞാൻ ഇനി മുതൽ കാണില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവുമോ? അയാൾ നല്ല RSSകാരനാണ്, RSSലൂടെ വളർന്നു വന്ന ആളാണ്. എന്നാൽ മുഖ്യമന്ത്രി പറയട്ടെ, ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി RSSകാരനായതുകൊണ്ട് അയാളെ കാണാനും പോകില്ല, ചർച്ചയും ചെയ്യില്ല എന്ന് പറയട്ടെ. അല്ല, എപ്പോഴായാലും ആള് മാറൂലല്ലോ. അല്ല, ഏതായാലും അത് മുഖ്യമന്ത്രി പറയട്ടെ. ഞാനൊരു ആരോപണമാണ് ഉന്നയിച്ചത്. അതിൽ മുഖ്യമന്ത്രി പറയേണ്ടത് ഒന്ന്, ഞാൻ അങ്ങനെ ആലിംഗനം ചെയ്തിട്ടില്ല എന്ന് പറയട്ടെ. ഇനി ആലിംഗനം ചെയ്തിട്ടുണ്ട്, അത് നിരോധിക്കുന്നതിന് മുമ്പായിരുന്നു അല്ലെങ്കിൽ പിൻപായിരുന്നു, അത് മുഖ്യമന്ത്രി പറയട്ടെ. അദ്ദേഹത്തിന് വിട്ടുകൊടുക്കും. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ കൈകടത്തണ്ട. ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ നിലപാട് അവർക്ക് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയും RSSും ഒരേ സമയത്താണ് ഇന്ത്യയിൽ ആരംഭം കുറിച്ചത്. RSS ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതും എന്തായിരിക്കും നാളെ CPMൻ്റെ ഭാവി എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്ന നല്ലതാണ്. ഇപ്പോൾ ശ്രമിക്കുന്ന എന്താണെന്നറിയോ?
ഇപ്പോൾ കിട്ടിയ വോട്ട് സംരക്ഷിക്കാനാണ് UDF ഈ മുഴുവൻ ഇത്തരം പ്രസ്താവന മുഴുവൻ നടത്തുന്നത്. നഷ്ടപ്പെട്ടു പോയ വോട്ട് തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ LDFും CPM ശ്രമിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി ഏതായാലും ശ്രമം ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവരെല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ്. LDFിനെ നിയന്ത്രിക്കുന്നത്, UDFിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും PFIയും SDPIയും. അതുകൊണ്ടാണ് ഇവരൊരേ പ്രസ്താവന നടത്തുന്നത്. ജമാഅത്ത് ഇസ്ലാമി കേരളത്തിലെ മുസ്ലിം സംഘടനകളിലെ ഏറ്റവും ചെറിയൊരു സംഘടനയാണ്. BJP പോലൊരു പാർട്ടി എന്തുകൊണ്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമിനെ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്? അത് അത്രമാത്രം എതിർക്കപ്പെടേണ്ട അല്ലെങ്കിൽ അത്രമാത്രം പൊളിറ്റിക്കലി എതിർക്കേണ്ട ഒരു സംഘടനയല്ലോ. താങ്കൾ പറഞ്ഞ RSSനെ നിരോധിച്ചില്ല എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് RSSന്റെ നിലപാട് എന്താണെന്ന് സർസംഘചാലക് ഈ പരിപാടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പരസ്യമായിട്ടാണ് അത്. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളൊക്കെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി മുഴുവൻ പൗരന്മാരെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് RSSന്റെ ദൗത്യം. മുഴുവൻ ജനങ്ങളും രാജ്യസ്നേഹത്തിൻ്റെ, അതേപോലെ രാഷ്ട്രസ്നേഹത്തിൻ്റെ, ദേശാഭിമാന ബോധത്തിൻ്റെ ആധാരത്തിൽ ഒരുമിക്കണം, ഒന്നായി ചേരണം. ഇതാണ് RSSന്റെ സർസംഘചാലകിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാം എന്താ പറഞ്ഞത്? ഞങ്ങൾ മതരാഷ്ട്രമാണ്, ഞങ്ങളുടെ ലക്ഷ്യം മതരാഷ്ട്രമാണ്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല, പോകില്ല. പക്ഷേ ആ മതരാഷ്ട്രവാദത്തെയാണ് ജമാഅത്ത് ഇസ്ലാമിയെ അംഗീകരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? മതരാഷ്ട്രത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. മതരാഷ്ട്രത്തെ കോൺഗ്രസും VD സതീശും മുഖ്യമന്ത്രിയും അംഗീകരിക്കുക എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ മതേതരത്വത്തിനും നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അപകടമാണ്.